പിന്നെന്താ അജുക്ക ഞാൻ നല്ലോണം തടിച്ചിക്കണല്ലേ? ഇല്ലല്ലോ. ഉണ്ട്. നമ്മള് വീഡിയോ ഇട്ടപ്പോ തന്നെ കമന്റ് ബോക്സിൽ എത്ര പോരെ ആൾക്കാരെ വന്നിട്ട് പറയുന്നത് ഫസ്റ്റ് നല്ലോണം തടിച്ചിക്കണെന്ന്. ഈ നോക്കി നിക്ക ആൾക്കാർ അങ്ങനെ എന്തൊക്കെയാ പറയൂ, അത് വിചാരിച്ചു അങ്ങനല്ല. ഞാൻ ഇന്നലെ തറവാട്ടി പരിപാടിക്ക് പോയില്ല ഉമ്മാന്റെ അപ്പൊ എത്ര പോരെ ആൾക്കാരെന്നറിയ പറഞ്ഞത് ഈ നല്ലോണം തടിച്ചിക്കണെന്ന്. അങ്ങനെ പറയണവരോട് പറയും അജുക്കാക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്കാണോ കുഴപ്പമെന്ന്. അങ്ങനല്ല, സത്യം പറയാ അജുക്ക. നിങ്ങൾ എന്തിനാ കള്ളം പറയണേ? സത്യം പറയാ നല്ലോണം തടിച്ചില്ലേ? ഇല്ല കുട്ടിയെ, അതിങ്ങനെ ഫോൺ സ്ക്രീനിന്റെ അടുത്ത് ഇങ്ങനെ ഫോൺ പിടിച്ചിട്ടായിരിക്കും, അല്ലാതെ എന്തിനാ കളവ് പറയണേ? സത്യം പറയേ. ഞാൻ നല്ലോണം തടിച്ചിക്കണേ. നിങ്ങൾ പറയുമ്പോ എനിക്കൊരു മോട്ടിവേഷൻ ആവുള്ളൂ തടി വരയ്ക്കാൻ വേണ്ടിട്ട്. വേറെ ആരാ എനിക്ക് പറഞ്ഞുതരാളെ? ഞാനിപ്പോ എന്താ പറയാ, ശരിയാണ് കുറച്ച് കവിളും ബോഡിയൊക്കെ ഒന്ന് തടിച്ച പോലെ ഉണ്ട്, പിന്നെ ഡബിൾ ചിന്നൊക്കെ വന്നിട്ടുണ്ട്. അത് വർക്കൗട്ട് ചെയ്താ ശരിയാവോ? അതങ്ങനെ ഡ്രസ്സ് ഇടുമ്പോ ബോർ തോന്നണത്. തടി കൂടിയിരിക്കണ്, അതുകൊണ്ട് എല്ലാരും കുറ്റപ്പെടുത്തുക തടിയാണ് പറഞ്ഞിട്ട്. ഇപ്പൊ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുക. സാധാരണ ഭർത്താക്കന്മാരുണ്ടാവും ഭാര്യമാരൊപ്പം നിൽക്കാൻ, നിങ്ങൾ അതും ചെയ്യൂല. നിങ്ങൾ എന്റെ ഒപ്പം നിൽക്കൂല. നിങ്ങളും എന്റെ തടീനെ പറഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തുക അല്ലേ? എനിക്ക് അല്ലെങ്കിലേ അറിയാം നിങ്ങൾ ഇങ്ങനെ തന്നെയാണെന്ന്. എന്തൊരു കഷ്ടം. പിന്നീന്നൊരടിയത്